കുടുംബശ്രീയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശാരികയെ വിളിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന രാജീവ് ഡോക്ടർ ഹോസ്പിറ്റലിൽ നിന്നും വിളിക്കുന്നതനുസരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അന്നേരം എന്താണെന്നൊക്കെ പുറകെ നടന്ന അമ്മാവൻ തിരക്കുന്നുണ്ട്. അന്നേരം ഡോക്ടർ ചെല്ലാൻ പറഞ്ഞു. എന്താണെന്ന് അറിയില്ല എന്നൊക്കെ രാജീവ് പറയുന്നുണ്ട്. ഞാൻ കൂടെ വരാമെന്ന് പറയുമ്പോൾ വേണ്ട, അമ്മാവൻ ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന് പറഞ്ഞ് രാജീവ് അങ്ങ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഈ സമയത്താണ് സുസ്മിതയും വിഷ്ണുവും കൂടി കുടുംബശ്രീ വീട്ടിലേക്ക് ജീപ്പിൽ പോകുന്നത്. അതേസമയം ജീപ്പിൻ്റെ പിൻസീറ്റിൽ ശാലിനിയും ഇരിപ്പുണ്ട്. തുടർന്ന് കുടുംബശ്രീ വീട്ടിലെത്തിയ ശേഷം വണ്ടിയിൽ നിന്നും ഇറങ്ങുമ്പോൾ വിഷ്ണു ശാലിനിയെ തന്നെ നോക്കുന്നുണ്ട്. പക്ഷേ ശാലിനി അത് ശ്രദ്ധിക്കാതെ നിൽക്കുകയാണ്. അതേസമയമാണ് സുസ്മിത പെട്ടെന്ന് വിഷ്ണുവിൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നത്. അന്നേരം ശാലിനിയെ നോക്കിയിട്ട് വിഷ്ണു മനസ്സിൽ കരുതുകയാണ്, സത്യം തുറന്നു പറയാത്തവളല്ലേ, ഒന്ന് പൊള്ളട്ടെ. അന്നേരം മാ വിഷ്ണുവേട്ടാന്ന് പറഞ്ഞ് കുടുംബശ്രീ വീട്ടിലേക്ക് വിഷ്ണുവിനെയും കൊണ്ട് കയറുകയാണ് സുസ്മിത. പുറകെ ശാലിനിയും പോകുന്നുണ്ട്. തുടർന്ന് വരാന്തയിലേക്ക് കയറിയ ശേഷം ശാരദാമ്മയെന്ന് വിളിക്കുമ്പോൾ ശാരദാമ്മ അകത്തുനിന്ന് തന്നെ നോക്കുകയാണ്. അന്നേരം വിഷ്ണുവിനെ കണ്ട് അങ്ങ് ദേഷ്യം വരുന്നു ശാരദാമ്മയ്ക്ക്. തുടർന്ന് സുസ്മിതയുടെ നിൽപ്പും വിഷ്ണുവിൻ്റെ കയ്യിലും പിടിച്ചിരിക്കുന്നത് രൂക്ഷമായി നോക്കുകയാണ് ശാരദാമ്മ അത് ശ്രദ്ധിച്ചു എന്ന് മനസ്സിലാക്കിയ വിഷ്ണു പെട്ടെന്ന് സുസ്മിതയുടെ കൈ അങ്ങ് ബലമായിട്ട് പിടിവിടുകയാണ്. അതേസമയം അവിടേക്ക് ശ്യാമയും ശാരികയും ശാന്തയും ഒക്കെ എത്തുന്നുണ്ട്. എല്ലാവരുടെയുമൊക്കെ ഭാവം കണ്ടിട്ട് സുസ്മിത ചോദിക്കുകയാണ്, ഇതെന്താ എല്ലാവരും പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണോ പെരുമാറുന്നത്? തുടർന്ന് ശാലിനിയോട് ചോദിക്കുകയാണ്, ഇങ്ങനെയാണോ നിന്റെ വീട്ടുകാരുടെ മര്യാദ? അന്നേരം ദേഷ്യപ്പെട്ട് ശാലിനി പറയുന്നുണ്ട്, എൻ്റെ വീട്ടുകാർ മര്യാദ ഉള്ളവരൊക്കെ തന്നെയാണ്. എന്നിട്ടാണോ അകത്തേക്ക് വിളിക്കാതെ ഇങ്ങനെ വീട്ടുവാതിൽക്കൽ തന്നെ നിർത്തിയിരിക്കുന്നതെന്ന് സുസ്മിത ചോദിക്കുന്നു. ശാലിനിയുടെ ആ ദേഷ്യഭാവമൊക്കെ കണ്ട് വിഷ്ണു കരുതുകയാണ്, നന്നായിട്ട് പൊള്ളി തുടങ്ങി. ദേഷ്യം കണ്ടാൽ അറിയാം എന്നൊക്കെ വിഷ്ണു മനസ്സിൽ കരുതുന്നുണ്ട്. തുടർന്ന് അകത്തേക്ക് കയറാമെന്ന് ശാരദാമ്മ പറയുമ്പോൾ വാ വിഷ്ണുവേട്ടാന്ന് പറഞ്ഞ് വിഷ്ണുവിൻ്റെ കൈ വീണ്ടും പിടിക്കുകയാണ് സുസ്മിത. അന്നേരം വിഷ്ണു കൈ പിടിച്ചു മാറ്റുന്നുണ്ട്. തുടർന്ന് സുസ്മിത ചോദിക്കുകയാണ്, ഇതെന്താ എല്ലാവരുടെയും മുഖഭാവമൊക്കെ കണ്ടാൽ ഒരു പാകിസ്ഥാൻ പട്ടാളക്കാരൻ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നതിൻ്റെ ഒരു ഭാവമുണ്ടല്ലോ, എല്ലാവരും ഒന്ന് പ്ലസൻ്റ് ആയിക്കേ. ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ പോവുകയാണ്. കാര്യം എന്താണെന്ന് നിങ്ങളൊക്കെ ഊഹിച്ച് കാണുമല്ലോ. രാഘവൻ നായരുടെയും സത്യഭാമയുടെയും മകൻ വിഷ്ണുവിനും UK ജോലി ചെയ്യുന്ന രാജശേഖരൻ നായരുടെയും സരളയുടെയും മകൾ സുസ്മിതയ്ക്കും കല്യാണം. ചേരേണ്ടതല്ലേ ചേർക്കാൻ പറ്റൂ. കുതിരയും കഴുതയും ഒക്കെ ചേർക്കാനായിട്ട് പറ്റില്ലല്ലോ. പിന്നെ അതൊക്കെ പോട്ടെ, തോറ്റുപോയവരുടെ ഒരു രോദനമല്ലേ, അതൊക്കെ ഞാൻ വിലയ്ക്ക് എടുക്കുന്നില്ല. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം എന്ന് പറഞ്ഞിട്ട് ലെറ്റർ ശാരദാമ്മയ്ക്ക് നേരെ നീട്ടിയിട്ട് പറയുകയാണ്, നാളെ ഞങ്ങളുടെ വിവാഹമാണ്, ഇതാണ് കല്യാണക്കുറി. ഫാം ആൻറ്റി, അതായത് ഇവളുടെ ഇപ്പോഴത്തെ അമ്മായിയമ്മ പ്രത്യേകം പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങളിവിടേക്ക് കല്യാണം ക്ഷണിക്കാനായിട്ട് വന്നത്. പിന്നെ ഇവളുടെ മുമ്പിൽ വെച്ച് തന്നെ ഇതിവിടെ തരണമെന്ന് എൻ്റെ ഏറെ നാളത്തെ ഒരാഗ്രഹമായിരുന്നു എന്നൊക്കെ സുസ്മിത പറയുന്നുണ്ട്. അന്നേരം ആകെ സങ്കടപ്പെട്ടും ദേഷ്യപ്പെട്ട് ശാലിനി നിൽക്കുകയാണ്. കൂടെ വിഷ്ണുവും അതേ അവസ്ഥയിൽ തന്നെ നിൽക്കുന്നു. അന്നേരം ശാരദാമ്മയാണെങ്കിലോ ആകെ ഒരു ദേഷ്യഭാവത്തിൽ അങ്ങ് നിൽക്കുകയാണ്. ലെറ്റർ ഇതുവരെയും ശാരദാമ്മ വാങ്ങിയിട്ടില്ല. ഇതെന്താ കല്യാണക്കുറി വാങ്ങാത്തത്? വാങ്ങിക്ക് ശാരദാമ്മയെന്നും പറഞ്ഞ് ശാരദാമ്മയുടെ കൈ പിടിച്ച് കയ്യിലേക്ക് വച്ചു കൊടുക്കുകയാണ് സുസ്മിത. എന്നിട്ട് ശാലിനിയെ നോക്കി മനസ്സിൽ കരുതുകയാണ്, നിന്റെ കുടുംബം ഇങ്ങനെ നീറുന്നത് എനിക്ക് മനസ്സിൽ കണ്ട് ഒന്ന് സന്തോഷിക്കണം ശാലിനി. പിന്നെ നാളെയാണ് കല്യാണം, എല്ലാവരെയും പ്രത്യേകമായി ക്ഷണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ കൈ പിടിച്ച് ശാരദാമ്മയുടെ കാലിലേക്ക് വീഴുകയാണ് സുസ്മിത. പക്ഷേ വിഷ്ണു കൈ തട്ടിമാറ്റിയിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. തുടർന്ന് സുസ്മിത പറയുകയാണ്, ദീർഘായുസ്സിന് സുമംഗലിയായിരിക്കാനും ശാരദാമ്മയുടെ നിറഞ്ഞ മനസ്സോടെയുള്ള അനുഗ്രഹം എനിക്ക് വേണം. ലെറ്റർ മുറുകെ പിടിച്ച് ആകെ ഒരു സങ്കടകരമായ അവസ്ഥയിൽ നിൽക്കുകയാണ് ശാരദാമ്മ. അന്നേരം സുസ്മിത ചോദിക്കുന്നുണ്ട്, എന്താ ശാരദാമ്മയെ അനുഗ്രഹിക്കുന്നില്ലേ? അനുഗ്രഹത്തിൻ്റെ സ്റ്റോക്ക് തീർന്നു പോയോ? എന്നിട്ട് എഴുന്നേറ്റ് പറയുകയാണ്, കൈവച്ച് അനുഗ്രഹിക്കണം എന്നൊന്നുമില്ല. ശാരദാമ്മയുടെ മനസ്സ് ഞങ്ങളുടെ കൂടെ തന്നെ അറിയാം. എന്നിട്ട് എല്ലാവരോടും പറയുകയാണ്, എല്ലാവരെയും പ്രത്യേകം ഒന്നുകൂടി ക്ഷണിച്ചിരിക്കുന്നു. ശ്യാമയും ശാരികയും ഒക്കെ വരണം, ശാന്തയും വരണം. അതേസമയം സുസ്മിത എല്ലാവരും സങ്കടത്തോടെ നിൽക്കുന്നത് ഒന്നുകൂടി ഒന്ന് നോക്കി ആസ്വദിക്കുകയാണ്. എന്നിട്ട് വിഷ്ണുവിൻ്റെ കൈയും പിടിച്ച് വാ വിഷ്ണുവേട്ടാന്നും പറഞ്ഞ് ഇറങ്ങുകയാണ്. ഇറങ്ങാൻ നേരം ശാലിനിയെ നോക്കുന്നുണ്ട് വിഷ്ണു. അന്നേരം ശാലിനി പറയുകയാണ്, അമ്മയുടെ മനസ്സ് നന്നായിട്ട് നൊന്നിട്ടുണ്ട്. എന്നിട്ട് അത് മനസ്സിൽ പറയുന്നു. എന്നിട്ട് വിഷ്ണുവിനോട് പറയുകയാണ്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം, ഇപ്പോൾ ഞാൻ വരുന്നില്ല. അന്നേരം വാ വിഷ്ണുവേട്ടാന്നും പറഞ്ഞ് സുസ്മിത വിഷ്ണുവിനെയും കൂട്ടി അവിടെ നിന്നും പോവുകയാണ്. തുടർന്ന് വണ്ടിയുടെ അടുത്തെത്തിയ ശേഷം ദേഷ്യത്തോടു കൂടി കൈവിടടിയെന്ന് വിഷ്ണു പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അതെ നീ പിൻ സീറ്റിൽ ഇരുന്നാൽ മതി. അന്നേരം സുസ്മിത ചോദിക്കുകയാണ്, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഫ്രണ്ട് സീറ്റിലല്ലേ ഇരുന്നത്, എന്നിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ. അന്നേരം വിഷ്ണു പറയുകയാണ്, അത് ഇങ്ങോട്ട് വന്നപ്പോൾ, ഇത് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി.
ഞാൻ വിഷ്ണുവേട്ടനൊപ്പമേ ഇരുന്ന് വരൂന്നും പറഞ്ഞ് ഫ്രണ്ട് സീറ്റിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ പതിയെ പല്ല് കടിച്ചു പിടിച്ച് വിഷ്ണു പറയുകയാണ്, ദേ സുസ്മിതയെ കൊഞ്ചാൻ വരല്ലേ, അടിച്ച് പല്ല് ഞാൻ തെറിപ്പിച്ച് കളയും. അന്നേരം ആകൊന്ന് പേടിക്കുകയാണ് സുസ്മിത. തുടർന്ന് സുസ്മിത ബാക്ക് സീറ്റിലേക്ക് തന്നെ കയറുന്നുണ്ട്. വിഷ്ണുവും സുസ്മിതയും പിന്നീട് അവിടെ നിന്നും പോവുകയാണ്. വിഷ്ണു സുസ്മിതയോട് ദേഷ്യപ്പെടുന്നതും പറയുന്നതുമെല്ലാം ശാലിനിയും കേൾക്കുന്നുണ്ട്. തുടർന്ന് സങ്കടത്തോടു കൂടി അവർ പോയ ശേഷം അമ്മയെന്നും പറഞ്ഞ് ശാരദാമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, മിണ്ടരുത്, നീ എന്നോട് മിണ്ടരുത്, നീയല്ലേ പറഞ്ഞത് കല്യാണം നടക്കില്ലെന്ന്, പിന്നെ ഇത് നിന്റെ അമ്മയുടെ 16 അടിയന്തരത്തിൻ്റെ കുറിപ്പടിയാണോടി എന്നൊക്കെ ദേഷ്യപ്പെട്ട് ശാരദാമ്മ ശാലിനിയോട് ചോദിക്കുന്നുണ്ട്. സ്വന്തം ജീവിതമാണ് നീ തല്ലിക്കെടുത്തുന്നത്, സത്യമാണ് നീ എല്ലാവരിൽ നിന്നും മൂടി വെച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമടിയെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ശാരദാമ്മയങ്ങ് അകത്തേക്ക് പോകുന്നു. തുടർന്ന് ശ്യാമയും ശാരികയും ശാന്തയും ഒന്നും ശാലിനിയോട് മിണ്ടാതെ അങ്ങ് പോകുമ്പോൾ വരാന്തയിലിരുന്ന് കരയുന്നുണ്ട് ശാലിനി. അതേസമയം അകത്ത് പോയിരുന്ന് കരയുകയാണ് ശാരദാമ്മയും. അല്പസമയത്തിന് ശേഷം ശാരികയും ശ്യാമയും ഇരിക്കുന്ന റൂമിലേക്ക് ശാലിനി ചെല്ലുകയാണ്. അന്നേരം ശാലിനിയെ കണ്ടിട്ട് ശാരിക പെട്ടെന്ന് എണീച്ചങ്ങ് പോകാൻ തുടങ്ങുന്നു. അന്നേരം ശാലിനി പറയുകയാണ്, ശാരികേച്ചി, ചേച്ചിയും കൂടി നിങ്ങളും കൂടി എന്നെ കുറ്റപ്പെടുത്തരുത്. അന്നേരം ശാരിക ചോദിക്കുകയാണ്, എന്നെ ഇവിടെ കണ്ടിട്ട് എന്താ ഇവിടെ എന്നുള്ള ചോദിക്കാനുള്ള സാവകാശം പോലും നിനക്ക് കിട്ടിയില്ല. വിരുന്നിന് വന്നതാണ് എന്ന് നീ ധരിച്ചെങ്കിൽ അത് നിനക്ക് തെറ്റി. രാജീവ് സാറിൻ്റെ വീട്ടുകാർ എന്നെ ഇവിടേക്ക് നട തള്ളിയതാണ് എന്നേക്കുമായി. അന്നേരം ഒന്നും അറിയാതെ ശാരികേച്ചിന്ന് വിളിക്കുകയാണ് ശാലിനി. അന്നേരം ശാരിക പറയുകയാണ്, വീടിനും ഹോട്ടലിനും പകരമായി 30 പവൻ സ്വർണം എന്ന് പറഞ്ഞ് രാജേശ്വരി തന്നത് മുക്കുപണ്ടമായിരുന്നു. തുടർന്ന് സംഭവങ്ങളൊക്കെ പറയുമ്പോഴാണ് ശാലിനി എല്ലാ കാര്യങ്ങളും അറിയുന്നത്. തുടർന്ന് ശാരിക പറയുകയാണ്, നീ വിഷ്ണുവേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കൊണ്ടുവന്ന ബാഗില്ലേ, അതിനടുത്ത് തന്നെ എൻ്റെ ബാഗും ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിനൊന്നും ഒരനക്കവും ഉണ്ടാകുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് രാജീവ് സാറിൻ്റെ അമ്മയോട് അമ്മ കരഞ്ഞു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ എന്താണെന്നറിയാമോ, എന്നെ കുടുംബശ്രീ ഹോട്ടലിൻ്റെ കണ്ണാടി ചില്ലയിൽ വിൽക്കാനായിട്ട് വയ്ക്കാൻ. ഇനിയൊരു രാത്രി കൂടി ഇരുട്ടി വെളുത്താൽ എന്നോടൊപ്പം കണ്ണാടിക്കൂട്ടിലിരിക്കാൻ ഒരാളും കൂടി ആയി എന്ന് ശാലിനിയെ നോക്കി സങ്കടത്തോടു കൂടി ശാരിക പറയുന്നുണ്ട്. ഹൃദയത്തിലൊരു വാള് കുത്തിയിരിക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് നീയും കൂടി കുത്തിയത്. എൻ്റെ സംശയം ശരിയാണെങ്കിൽ നമ്മുടെ അമ്മ ഇനി അധികകാലം നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ട് ശാരിക അങ്ങ് പോകാൻ തുടങ്ങുന്നു. അന്നേരം ശാരികയെ പിടിച്ചു നിർത്തുകയാണ് ശാരികേച്ചി എന്നും പറഞ്ഞ് ശാലിനി. ശാരികേച്ചി എന്തായി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ശാരിക പറയുകയാണ്, അമ്മയുടെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് അമ്മ ജീവിതം അവസാനിപ്പിച്ച് കളയും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അമ്മ അത് തുറന്നു പറയുകയും ചെയ്തു. അതേസമയം പുറത്ത് ശാരദാമ്മ വാഴപ്പണയിൽ പോയി വിഷക്കുമിളുകൾ പറിക്കുകയാണ്. അന്നേരം ഇലവെട്ടാൻ വരുന്ന രാജി അത് കാണുന്നുണ്ട്. അന്നേരം മറഞ്ഞു നിൽക്കുകയാണ് രാജി ശാരദാമ്മ കാണാതെ. എന്നിട്ട് ചിന്തിക്കുകയാണ്, വിഷക്കൂണുകളാണല്ലോ ശാരദാമ്മ പറിക്കുന്നത്, അതിൻ്റെ ഒന്നും അടുത്ത് കൂടി പോകരുത് എന്നാണല്ലോ ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതേസമയം ശാരദാമ്മ കുറേ വിഷക്കൂണുകൾ പറിച്ച് സാരിത്തുമ്പിലേക്ക് ഒളിപ്പിക്കുന്നുണ്ട്. തുടർന്ന് അവിടെ നിന്നങ്ങ് പൊട്ടിക്കരയുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് രാജി അകത്തേക്ക് ഓടുകയാണ് ശാലിനിയോടും ശാരികയോടും പറയാനായിട്ട്. അതേസമയം ശാരിക വീണ്ടും ശാലിനിയോട് പറയുകയാണ്, അമ്മ അത് വെറും വാക്ക് പറഞ്ഞതല്ല, അമ്മ അത് കൃത്യമായും ചെയ്യും. ജീവിതത്തിൽ പരാജയപ്പെടുമ്പോൾ പിന്നെ അതേ വഴി ഉണ്ടാവുകയുള്ളൂ. അതേസമയം എല്ലാം തീരുമാനിച്ചുറപ്പിച്ച പോലെ പറമ്പിൽ തന്നെ നിൽക്കുകയാണ് ശാരദാമ്മ. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.